വെൽക്കം ടു മമ്മാസ് കിച്ചൻ. അങ്ങനെ നമ്മുടെ ചക്ക എപ്പിസോഡിലെ ആദ്യത്തെ ഡിഷായ ചക്ക പുഴുക്ക് അല്ലെങ്കിൽ ചക്ക വേവിച്ചത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മൾ ഇന്നില്ലേ ഒരു ചക്കപ്പുഴുക്കുണ്ടാക്കാൻ തുടങ്ങുക. അതിനായിട്ട് ഒരു ചക്ക വേവിക്കാൻ പാകത്തിന് മൂപ്പുള്ള ഒരു ചക്ക ഇട്ട് അത് കുരുവെല്ലാം കളഞ്ഞ് ചകിണിയൊക്കെ കളഞ്ഞ് കുരുവും കളഞ്ഞ് നമ്മൾ റൗണ്ടായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. അത് ഒരു ചക്കയുടെ 1/4 പോർഷൻ ഉണ്ട്. ഒരു ചെറിയ ചക്കയുടെ 1/4 പോർഷൻ അത് അമ്മ അരിഞ്ഞു വെച്ചതാ ചെറുതായിട്ട്. നല്ല മൂത്ത ചക്ക വേണം. നല്ല വെക്കാൻ പാകത്തിനൊരു മൂപ്പുണ്ട്. ആ മൂപ്പ പഴുക്കാൻ പാകത്തിനാവരുത്, നേരം പുളിപ്പ് വരും. വെക്കാൻ പാകത്തിനൊരു മൂപ്പുണ്ട്. ആ മൂപ്പില് നമ്മൾ ഇട്ടെടുക്കണം. നമ്മൾ ഈ ചക്ക വെക്കാൻ പാകത്തിന് മൂപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുളി വെക്കരുത്. പുളി വെച്ച് കഴിഞ്ഞാൽ പിന്നെ വെച്ച് കഴിഞ്ഞാൽ മധുരച്ചുവയാവും. അതിന് മുമ്പുള്ള മൂപ്പതേ ഒരു ലൈറ്റ് യെല്ലോയിഷ് പോലെ വരും ചക്കച്ചുളയ്ക്ക്. അപ്പൊ ഇത് നമ്മുടെ വെക്കണ പ്ലാവേലെ ചക്കയാ. ഇത് അരിഞ്ഞ് സ്വല്പം ഉപ്പ്, അതിന് പാകത്തിനുള്ള ഉപ്പ് കേട്ടോ, സ്വല്പം ഉപ്പല്ല, പാകത്തിനുള്ള ഉപ്പ്, സ്വല്പം മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു പൊടിക്ക് മുളക് ചേർക്കണം. നമ്മൾ അരപ്പിൽ മുളക് ചേർത്തിട്ടുണ്ട്, ചുമന്ന മുളകേ. എരിവുള്ള മുളക് പൊടിയാട്ടോ. അരപ്പിന് ധാരാളം ചേർക്കണത് കൊണ്ട് ഇതിന് വേവിക്കാൻ സ്വല്പമേ ചേർക്കുള്ളൂ. പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കണം, അല്ലെങ്കിൽ അടി പിടിച്ചു പോകും. ഇച്ചിരി നമ്മൾ ഈ പെരളം പോലെ എടുക്കണതുകൊണ്ടാട്ടോ അത്രയും വെള്ളം ഒഴിച്ചത്. ഒരു അരക്കപ്പ് വെള്ളം, ഈ കപ്പില് അരക്കപ്പ് വെള്ളം. അത് ഡ്രൈ ആയിട്ടിരിക്കണമെങ്കിൽ 1/2 കപ്പ് ചേർത്താൽ മതി. ഇവിടെ നമ്മൾ ഇച്ചിരി കുഴച്ചല്ലേ എടുക്കണേ, അതുകൊണ്ടാണ് പെരണ്ടിരിക്കാൻ പാകത്തിന് അരക്കപ്പ് വെള്ളം ഇതിന്. അത്രയും ഒഴിച്ച് നമ്മളൊന്ന് ഇങ്ങനെ മറിച്ചിടണം, എല്ലാം കൂടെ മിക്സ് ആവാൻ വേണ്ടി പൊടികളൊക്കെ, ഉപ്പും പൊടികളും. എന്നിട്ടൊരു തരിക്ക് വേപ്പില കൂടെ ഇടാം വേവിക്കുമ്പോ. വേപ്പില ഇട്ട് നമ്മള് ഫുൾ ഫ്ലെയിമില് അടപ്പ് വെച്ച് അടയ്ക്കുവാട്ടോ. അടപ്പ് വെച്ച് അടയ്ക്കുക. അടച്ച് ഏറ് വന്നു കഴിയുമ്പോൾ നമ്മൾ വെയിറ്റ് ഇടണം. കുക്കറിന്റെ വെയിറ്റ് ഇട്ട് ഒരു 2 വിസിൽ അടിച്ചു കഴിയുമ്പോൾ ഓഫ് ചെയ്യാം. കാരണം ഇത് പെട്ടെന്ന് വേവും, കൂഴച്ചക്ക ഇത്. നമുക്കിവിടെ കുഴഞ്ഞിരുന്ന് സ്വല്പം വെള്ളം വിട്ടിരിക്കുന്ന ഒരു ചാറ് പരുവത്തിന് എടുക്കണോണ്ടാണ് അത്രയും വെള്ളം ഒഴിച്ചേക്കണം. എന്നിട്ട് ഇനി നമ്മള് അത് കഴിഞ്ഞിട്ട് പിന്നെ അരയ്ക്കാനുള്ള പരിപാടി നോക്കണം. അരയ്ക്കാനായിട്ട് മഴ വന്ന സമയത്ത് കറണ്ട് പോണത് കൊണ്ട് ഞാനങ്ങ് അരച്ചെടുത്ത് വെച്ചത് അരപ്പ്. അതായത് ഒരു മുറി തേങ്ങ ചിരകിയത്, ഒരു 3-4 ദളം ചുമന്നുള്ളി, 1-2 ദളം വെളുത്തുള്ളി, 1 സ്പൂൺ മുളക് പൊടി, അത് എരിവിന് ആവശ്യത്തിന് മുളക് പൊടി, എരിവുള്ള മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 തരി ജീരകം. ഇത്രയും ചേർത്ത് നമ്മൾ അരപ്പാക്കിയതായത്. ഈ അരപ്പ് എങ്ങനെയാന്ന് വെച്ചാൽ വെണ്ണ പോലെ അരയരുത്. കപ്പയ്ക്കും ചക്കയ്ക്കും ഒക്കെ നമ്മൾ സാധാരണ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ ഒതുക്കണം എന്നാണ്. തോരനൊക്കെ ഒതുക്കുന്നത് പോലെ ഒതുക്കിയെടുത്ത് മിക്സാണ് കേട്ടോ ഇത്. അത് കറണ്ട് പോകുന്നോർത്ത് ഒതുക്കി വെച്ചതാ. വേവുമ്പോ അല്ലെങ്കിൽ ശരിയാവൂല, അല്ലെങ്കിൽ ചെറിയ ഇത് കാണിക്കായിരുന്നു. അപ്പൊ ഞാൻ കറണ്ട് പോണത് കൊണ്ട് നേരത്തെ ഒതുക്കി എടുത്തേ ഉള്ളൂ. ഇനിയിപ്പൊ നമ്മൾ എങ്ങനെയാന്ന് വെച്ചാൽ ഈ ചക്ക 2 വിസിലടിച്ചു കഴിഞ്ഞുമ്പോ നമ്മൾ ഓഫ് ചെയ്തിടണം, അല്ലെങ്കിൽ വല്ലാതെ കുഴഞ്ഞു പോകും. നമുക്ക് കുഴയണ ഇഷ്ടമാണെങ്കിൽ ഒത്തിരി ആയാൽ കൊള്ളൂല്ലോ. എന്നിട്ട് നമ്മള് വെയിറ്റ് മാറ്റി ഏറെ പോയി കഴിഞ്ഞത് തുറന്നിട്ട് ഈ അരപ്പില്ലേ അരച്ചു വെച്ചിരിക്കുന്ന ഇത് അതിലേക്ക് ഇട്ടിട്ട് ചുമ്മാ തുറന്നു വെച്ച് അരപ്പ് വേവാൻ പാകത്തിനൊന്ന് മൂടി പൊത്തി വെച്ച് വേവിച്ചെടുക്കണം. അരപ്പ് പച്ചച്ചോവ് മാറാൻ. അത് കഴിഞ്ഞാൽ പിന്നെ ഇളക്കി കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിക്കണമെന്ന് നിർബന്ധമില്ല, അമ്മയുടെ ഒക്കെ നാട്ടിലേക്ക് കടുക് പൊട്ടിക്കും. അതാണ് ചക്ക വേവിച്ചത്. ഇനി നമുക്ക് വെയിറ്റ് ഒക്കെ മാറ്റി ഒന്ന് തുറന്നു നോക്കാം ചക്കയുടെ വേവ്. ഹായ്, നന്നായിട്ട് വെന്തല്ലോ. നന്നായിട്ട് വെന്ത്. ഇനി നമുക്ക് അരപ്പ് ചേർക്കാനുണ്ട്. ഇനി നമുക്ക് വെന്ത ചക്കയിലേക്ക് ഈ അരപ്പ് ചേർക്കാം കേട്ടോ. അരപ്പ് ചേർത്ത് ഇച്ചിരി വെള്ളം കൂടെ ചേർക്കണം നമുക്ക്. അരപ്പ്
സ്വല്പം മതിയല്ലേ? ആ സ്വല്പം മതി. ഒഴിക്കുക. നമുക്ക് ഈ അരപ്പ് ചേർക്കുമ്പോ ഇല്ലേ, കുഴഞ്ഞ് വെള്ളാംശം കൂടുതൽ ഇതിന് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം കൂടുതൽ അരപ്പിന്റെ കൂടെ അങ്ങ് ചേർത്താൽ മതി. നേരെ മറിച്ച് ഡ്രൈ ആയിട്ടായിരിക്കണമെങ്കിൽ ഒരു സ്വല്പം വെള്ളം ചേർത്താൽ മതി. നമുക്ക് എപ്പോഴും കുഴഞ്ഞിരിക്കണതല്ലേ ഇഷ്ടം. അത് കാരണം നമ്മൾ ഇച്ചിരി വെള്ളം ചേർത്തിട്ടുണ്ട്. നമ്മളില്ലേ ഈ അരപ്പ് വേവാനായിട്ടില്ലേ, ഗ്യാസ് ഒന്ന് ഓൺ ചെയ്ത് സിമ്മിലിട്ടാൽ മതി. ഒരു 2 മിനിറ്റ് മതി അരപ്പിന്റെ ഇതൊന്ന് മാറിക്കിട്ടാം, പച്ചപ്പ് മാറിക്കിട്ടാം. അത് കഴിഞ്ഞാൽ ഓഫ് ചെയ്തേച്ച് നമുക്ക് കടുക് വറുത്തിടുന്നവർക്ക് കടുക് വറുത്തിടാം. ഞാൻ കടുക് വറുത്തിടാറുണ്ട് ഇച്ചിരി. ഇത് കടുകിലും കൂടുതൽ നല്ല ഈ വറ്റൽമുളകൊക്കെ ചേർത്ത് ഒരു കാണാനും ഒരു ഭംഗിയല്ലേ, ഒരു ടേസ്റ്റും ഉണ്ടാവും എക്സ്ട്രാ. അതിനു വേണ്ടി ഇന്ന് നമ്മുടെ വൈകിട്ടത്തെ ഭക്ഷണം ചക്ക വേവിച്ചതും പരവക്കറി വെച്ചതും. പച്ചപ്പരവ, കൊല്ലം പരവ. ഇനി നമ്മള് ചക്ക വേവിച്ചതിനെ കടുക് വറക്കുക കേട്ടോ. ഇതില് വെളിച്ചെണ്ണ ഒഴിച്ച് സ്വല്പം കടുകിട്ട്, കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഉള്ളിയും വേപ്പിലയും പച്ചമുളകും ഇടണം. കടുക് പൊട്ടിത്തുടങ്ങി നമ്മൾ ഉള്ളി മൂപ്പിക്കാനിടുക കേട്ടോ. സ്വല്പം മതി. കുറച്ച് മതി. അത് എന്നാന്നോ, കണ്ടാലും ഒരു ഭംഗി, ഒരു പൊലിമയ്ക്ക് വേണ്ടി ചെയ്യണത്. എല്ലാരും ഒന്നും ചെയ്യൂല. വെളുത്തുള്ളി ഇടുവോ? വെളുത്തുള്ളി ഇല്ല. ഒരു 2 ചുവന്നുള്ളിയും ഒരു സ്വല്പം വേപ്പില ഇച്ചിരി ഇടണം. നല്ല വേപ്പില പൊട്ടിക്കറിയുവേ. പിന്നെ 2-3 വറ്റൽമുളകും കീറി തന്നെ ഇട്ടാൽ മതി. അത് നമ്മുടെ ഒരു രീതിയാണ്. എനിക്ക് എരിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ചേർക്കുക കടുക് വറുത്തത്. ഹായ്, നമ്മുടെ അടിപൊളി ചക്കപ്പുഴുക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ തവണ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒപ്പം തന്നെയുള്ള അതിന്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഓരോ തവണ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ നോട്ടിഫിക്കേഷൻ കിട്ടും. ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും എല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്.